പന്തല്ലൂരിൽ 3 വയസ്സുകാരെ ആക്രമിച്ചു കൊന്ന പുലിയെ കണ്ടെത്തി. കുങ്കിയാനകളുമായുള്ള തെരച്ചിലിനിടെ പന്തല്ലൂർ അംബ്രൂസ് വളവിന് സമീപത്തെ ചതുപ്പ് പ്രദേശത്താണ് പുലിയെ കണ്ടത്. സമീർ ബിൻ കരീമുണ്ട് ഇപ്പോൾ വിവരങ്ങളുമായി. സമീർ, ഇപ്പോൾ പുലിയെ പിടികൂടാനുള്ള ശ്രമം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഉന്മേഷ്, ഞാനിപ്പോഴുള്ള ഈ പന്തല്ലൂർ അംബ്രൂസ് വളവിന് സമീപമാണ് പുലിയെ കണ്ടെത്തിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ ഈ കുങ്കിയാനയുമായി ഒപ്പം ചേർന്ന് നടത്തിയ തിരച്ചിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ ഈ ഭാഗത്തിന് മുകളിലായിരുന്നു പുലി ഉണ്ടായിരുന്നത്. എന്നാൽ പുലി ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചതുപ്പ് നിറഞ്ഞ ഭാഗത്തേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവി, ഒപ്പം തന്നെ DF ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തേക്ക് എത്തി നിലവിൽ ഈ പുലിയെ പിടികൂടാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് മണിക്കൂറുകളോളമായി ഈ ശ്രമത്തിൽ തന്നെയായിരുന്നു ഈ വനം വകുപ്പ്, ഒപ്പം തന്നെ മറ്റു ഉദ്യോഗസ്ഥരും എല്ലാവരും തന്നെ ഉണ്ടായിരുന്നത്. നിലവിൽ 4 ഡോക്ടർമാരാണ് ഈ പുലിയെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ വെടിവെക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നിലയുറപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഭാഗം മുഴുവനായും, അല്ലെങ്കിൽ ഈ ഭാഗം മുഴുവനായും തന്നെ ഇപ്പോൾ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്, അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ചുറ്റിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ഈ പുലിയെ ഇവിടെ നിന്നും കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ ഉദ്യോഗസ്ഥരുള്ളത്. നിലവിൽ ഇവിടെ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇവിടെ ജില്ലാ പോലീസ് മേധാവിയുണ്ട്, ഒപ്പം തന്നെ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം തന്നെ DFO അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ മേഖലയിൽ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ എസ്റ്റേറ്റിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായി നിലവിൽ ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നമുക്കറിയാം ഇപ്പോൾ മറുവശത്ത്, അതായത് ഈ പന്തല്ലൂർ ഭാഗത്ത് ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധം തുടരുന്നുണ്ട്. അതായത് ഈ വളരെ പെട്ടെന്ന് തന്നെ പുലിയെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു റോഡ് ഉപരോധമാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മറുവശത്ത് പുലി ഏതാനും നിമിഷങ്ങൾക്കകം പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലുള്ള ഒരു തിരച്ചിൽ നടക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഡിസംബർ 19 മുതൽ ഈ മേഖലയിൽ 6 പേരെയാണ് ഈ പുലി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. അതിലൊരു കുട്ടിയും ഒപ്പം തന്നെ ഒരു സ്ത്രീയും ഉൾപ്പെടെ 2 പേർ കൊല്ലപ്പെടുന്ന ഒരു ദയനീയ സംഭവത്തിനും ഈ പന്തല്ലൂർ സാക്ഷിയാവുകയുണ്ടായി. ഇതോടുകൂടിയാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം. ദൃശ്യങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ കുങ്കിയാനയാണോ നേരത്തെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടത്? ആ ദൗത്യസംഘത്തിലെ ആളുകളാണോ ആ ചതുപ്പ് പ്രദേശത്തേക്ക് ഇപ്പോൾ ഇറങ്ങി നിൽക്കുന്നതും? സമീർ, ഉന്മേഷ്, അത് തന്നെയാണ്. ആ ദൃശ്യങ്ങളിൽ നമ്മൾ നേരത്തെ കണ്ടതാണ് ഈ കുങ്കിയാനയെ ഉപയോഗിച്ചുകൊണ്ട് ഈ കാടുകൾ കേന്ദ്രീകരിച്ചുള്ള ഒരു തിരച്ചിൽ നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തിലേക്കായിരുന്നു വനം വകുപ്പ് ഇന്ന് രാവിലെയോട് കൂടി എത്തിയത്. അതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഒപ്പം തന്നെ വനം വകുപ്പിലെയും RRTയിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ഈ ഭാഗത്തുണ്ട്. അതൊക്കെ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമായി തന്നെ കാണാനും കഴിയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിൽ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീർ, അവിടെ നിന്ന് മാറാനുള്ള നിർദ്ദേശമാണോ ഇപ്പോൾ പോലീസും ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ നൽകുന്നത്? അവർ അതിനെ പിടികൂടാനുള്ള ദൗത്യത്തിലേക്ക് കടക്കുന്നുവെന്നാണോ? ഉന്മേഷ്, തീർച്ചയായും നമുക്ക് അങ്ങനെ തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം ഈ മേഖലയിൽ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള ഒരു ജനക്കൂട്ടം തടിച്ചുകൂടിയിരുന്നു. എന്നാൽ അവരൊക്കെ തന്നെ നിലവിൽ ഇവിടെ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ മാധ്യമപ്രവർത്തകരും ഏതാനും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസ് മാത്രമാണ് നിലവിൽ ഈ ഭാഗത്തുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മളോടും ഇവിടെ നിന്നും അല്ലെങ്കിൽ ഒരു നിശ്ചിത ഭാഗത്തേക്ക് നീങ്ങാനുള്ള നിർദ്ദേശം വനംവകുപ്പ് നൽകിയിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് നമ്മൾ ഇവിടെ നിന്നും ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ വലിയ ഈ ഭാഗം മുഴുവനായും ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ RRTയും ചേർന്നുകൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുകയാണ്. ഏതാനും നിമിഷം അകം തന്നെ ഈ പുലിയെ പിടികൂടുകയും ഒപ്പം തന്നെ മയക്കുവെടി വെക്കാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുള്ളത്. ഏതാനും അരമണിക്കൂർ മുന്നെയാണ് ഈ പുലിയെ വനംവകുപ്പിന് ലൊക്കേറ്റ് ചെയ്യാനായത്. ആദ്യം ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ഏറ്റവും മുകളിലുള്ള ഈ എസ്റ്റേറ്റ് ഭാഗത്തായിരുന്നു ഈ പുലിയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. പിന്നീട് ആ പുലിയെ മയക്കുവെടി വെക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പ് വനംവകുപ്പ് നടത്തി. പക്ഷേ അതിനിടയിൽ പുലി അവിടെ നിന്നും താഴോട്ടിറങ്ങി ഈ ചതുപ്പിലേക്ക് ഒളിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം. ഈ പശ്ചാത്തലത്തിലാണ് ഈ ചതുപ്പിന്റെ എല്ലാ കേന്ദ്രങ്ങളിലൂടെയും ഇപ്പോൾ ചുറ്റപ്പെടുകയും ഈ പശ്ചാത്തലത്തിൽ ഈ പുലിയെ കണ്ടെത്തുകയും ഉടൻ തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിലവിൽ ഉദ്യോഗസ്ഥരുള്ളത്. ഈ പുലിയെ ലൊക്കേറ്റ് ചെയ്തതിന് ശേഷമാണ് നിലവിൽ DFOയും ഒപ്പം തന്നെ ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഈ ഭാഗത്തേക്ക് എത്തുകയും ഇപ്പോൾ ഇവിടെ ഈ ഭാഗത്ത് സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, 6 പേരാണ്. സമീർ, ആ ദൗത്യം അത് നടക്കട്ടെ. സമീർ, സുരക്ഷിതമായ അവർ നിർദ്ദേശിക്കുന്നിടത്തേക്ക് മാറി നിന്നുകൊള്ളൂ. നമുക്ക് ഈ വാർത്തയിൽ തന്നെ നിൽക്കാം. ഏതായാലും ഇപ്പോൾ പുലിപ്പേടി, അതിന് കാരണമായ പുലിയെ കണ്ടെത്തിയിരിക്കുന്നു. അതിനെ പിടികൂടാനുള്ള ശ്രമത്തിലേക്ക് ദൗത്യസംഘം കടക്കുന്നു എന്നാണ് സമീർ ബിൻ കരീം റിപ്പോർട്ട് ചെയ്യുന്നത്. വാർത്താ സംഘത്തോട് അല്പം
അവിടെ നിന്ന് മാറി നിൽക്കാൻ അവിടെ നിന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാട്ടുകാരെയും ആ പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പുലിയെ പിടികൂടാനുള്ള ദൗത്യത്തിലേക്ക് അവർ എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കുങ്കിയാനകളുമായുള്ള തെരച്ചിലിനിടെയാണ് പുലിയെ കണ്ടെത്തിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നടപടികൾ സ്വീകരിക്കുന്നു. 100 അംഗ ദൗത്യ സംഘമുണ്ട്. 2 ഡോക്ടേഴ്സ് ഉൾപ്പെടെ ആ സംഘത്തിലുണ്ട്. കഴിഞ്ഞ ദിവസം മുതൽ അവിടെ പുലിയെ പിടികൂടാനുള്ള ശ്രമം തുടങ്ങിയിരുന്നു. 3 വയസ്സുകാരിയെ ആക്രമിച്ചു കൊന്ന പുലിയാണ്. പിന്നാലെ ഒരു യുവതിക്കും ആക്രമണത്തിൽ പരിക്കേറ്റു. പിന്നാലെയാണ് പന്തല്ലൂരിൽ ഹർത്താൽ പ്രഖ്യാപിക്കുന്നതും വലിയ പ്രതിഷേധത്തിലേക്ക് പ്രദേശവാസികൾ കടക്കുന്നതും. ഇന്ന് രാവിലെ മുതൽ തന്നെ റോഡ് ഉപരോധമുണ്ടായിരുന്നു. ഇപ്പോഴും റോഡ് ഉപരോധം തുടരുകയാണ്. ഇത് കേരളത്തിന്റെ അതിർത്തി മേഖലയാണ് എന്നതുകൊണ്ട് തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടത് കൂടിയാണ്. ഒട്ടേറെ മലയാളികൾ കൂടി താമസിക്കുന്ന ഒരു മേഖലയാണ് ഇത്. ഏതായാലും ദൗത്യ സംഘം ഇപ്പോൾ ആ ദൗത്യത്തിലേക്ക് കടക്കുന്നു. ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. സമീർ, പറഞ്ഞുകൊള്ളൂ സമീർ. ഉന്മേഷ്, നിലവിൽ ഇവിടെ ഈ പുലിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ പുരോഗമിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ നേരത്തെ തന്നെ കണ്ടതാണ്. ഈ വല ഉൾപ്പെടെയുള്ള സാമഗ്രികൾ ഇവിടെ എത്തിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ കയർ ഉൾപ്പെടെയുള്ള സാമഗ്രികൾ എത്തിച്ചിരിക്കുന്നു. അതിവേഗം തന്നെ ആ വല നിൽക്കുന്ന മറുവശത്താണ് ഈ പുലിയെ കണ്ടെത്തിയത് എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അതുകൊണ്ട് തന്നെ അതിവേഗത്തിൽ ഈ പുലിയെ മയക്കുവെടി വെക്കുക, ഉടൻ തന്നെ പിടികൂടി ഇവിടെ നിന്ന് മാറ്റുക എന്നുള്ളതാണ് നിലവിൽ വനം വകുപ്പ് സ്വീകരിക്കാൻ പോകുന്ന ഏറ്റവും നല്ല നടപടി എന്നുള്ളതാണ് നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇവിടെ വലിയ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. നേരത്തെ വ്യാപകമായ തിരച്ചിൽ നടത്തിയിരുന്നെങ്കിൽ അവിടെ ആ തിരച്ചിൽ ഉൾപ്പെട്ടിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ആ ഭാഗങ്ങളിൽ നിന്നും ഇങ്ങോട്ടേക്ക് എത്തി ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇവിടെ കൂടുതൽ സുരക്ഷ ശക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ പുലിയെ ഈ ഭാഗത്ത് നിന്ന് അതിവേഗം പിടികൂടാനുള്ള ശ്രമങ്ങളും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ 6 പേരെ ആക്രമിച്ചിരിക്കുന്ന ഈ ഒരു പുലിയെ അല്പസമയത്തിനകം തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ളതാണ് നിലവിൽ ഈ വനംവകുപ്പും ഒപ്പം തന്നെ ഉന്നത ഉദ്യോഗസ്ഥരും കണക്ക് കൂട്ടുന്നത്. കാരണം കഴിഞ്ഞ ഡിസംബർ 19 മുതലാണ് ഈ മേഖലയിൽ പുലിയുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്. തുടർന്ന് 6 പേരെ ഈ പുലി ആക്രമിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിൽ ആദ്യം ഒരു സ്ത്രീ ചികിത്സയിലാവുകയും പിന്നീട് മരിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ ഇന്നലെ വൈകുന്നേരമാണ് 3 വയസ്സുകാരിയായ ഒരു പിഞ്ചു കുഞ്ഞിനെ അംഗൻവാടിയിൽ നിന്നും വരുന്ന വഴി ഈ പുലി കടിക്കുകയും തുടർന്ന് ഇവർ മരിക്കുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നിലവിൽ ഈ കുട്ടിയുടെ മൃതദേഹമുള്ളത് പന്തല്ലൂർ ഗവൺമെന്റ് ആശുപത്രിയിലാണ്. പോസ്റ്റ്മോർട്ടം നടപടികൾ ഇതുവരെ ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ പുലിയെ പിടികൂടാതെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് നാട്ടുകാരുടെ നിലപാട്. ഈ നിലപാട് ഉയർത്തിക്കൊണ്ട് നാട്ടുകാർ നിലവിൽ ഇവിടെ പ്രതിഷേധവുമായി മുന്നോട്ട് പോവുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഈ പ്രദേശവാസികൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, വലിയ ഒരു ശല്യം തന്നെയാണല്ലേ ഈ പുലി? ഇത് വലിയ ശല്യം തന്നെയാണ്. ഈ പുലിനെ വന്ന് കൊല്ലാതെ ഞങ്ങൾ ഈ പോരാട്ടം വാപസ് ചെയ്യില്ല. അതുകൊണ്ട് ഈ പുലിനെ കൊന്ന് ഞങ്ങളുടെ കണ്ണുമുന്നിൽ കാണിച്ചാൽ മാത്രമാണ് ഈ പോരാട്ടം വാപസാകും. ഇത് തുടർന്ന് ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുക. அதனால் இது வந்து புலியை கொண்டு எங்களை கண்ணு முன்னாடி கொண்டு போட்டால் மட்டும்தான் நாங்கள் இந்த போராட்டத்திலேருந்து நாங்கள் வாபஸ் பண்ணுவோம். இல்லைனாக்கா இங்கே தொடர்ந்து போராட்டம் செய்கிறதாக முடிவு பண்ணியிருக்கிறோம். இது நீலகிரி மக்களுக்கு வந்து பெரிய ஒரு அச்சுறுத்தலாக இருக்குது. இது வரக்கூடிய எந்த அரசாங்கமாக இருந்தாலும் சரிங்க, அரசாங்கம் முடிஞ்ச அளவுக்கு வரக்கூடிய அரசாங்கம் எந்த அரசாங்கமாக இருந்தாலும் வந்து വനത്തുறை മൂലം വന്നിട്ടുங்க വനത്തുறை വരാങ്ക പിടിക്கிறாங்க. ശരി സമീറിലേക്ക് എത്താം, പുലിയെ പിടിക്കുമ്പോൾ എത്താം. ഏതായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നൽകുന്ന നിർദ്ദേശമൊക്കെ പാലിക്കുക. അവർ ആ ദൗത്യം അത് തടസ്സം കൂടാതെ നടക്കട്ടെ. സമീർ ബിൻ കരീമാണ് അവിടെ നിന്ന് വിവരങ്ങൾ നൽകി. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.